കൊടുവായൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ഗൗരിക. കലോത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം സ്കൂൾ മാറേണ്ടി വന്നതാണ്. നങ്ങ്യാർകൂത്തിലാണ് ഗൗരിക മത്സരിക്കുന്നത്. മുമ്പ് പഠിച്ചിരുന്ന സ്കൂളിൽ നിന്ന് ഈ ഇനം മത്സരത്തിനയക്കാൻ അധികൃതർ തയ്യാറായില്ല. അങ്ങനെ ഇപ്പോഴത്തെ സ്കൂളിലെത്തി. സബ് ജില്ലയിൽ മത്സരിച്ചപ്പോൾ ഒറ്റയാൾ മാത്രം. ജില്ലയിലെത്തിയപ്പോൾ കളി കാര്യമായി. കടുത്ത മത്സരത്തിനൊടുവിലാണ് സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ആ കഥ ഗൗരികയും അമ്മയും പറയും. ഞങ്ങൾ സ്കൂൾ ലെവൽ മുതൽ കളിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം മോള് കലാമണ്ഡലത്തിലായിരുന്നു. കലാമണ്ഡലത്തിൽ നിന്ന് കലോത്സവത്തിന് വേണ്ടി 8ാം ക്ലാസ്സിൽ അവിടെ ചേർന്നിട്ട് കലോത്സവത്തിന് വേണ്ടി ഞങ്ങൾ ഒരു സ്കൂളിൽ കൊണ്ട് ചേർത്തി. അപ്പോൾ അവിടെ ആദ്യം ക്ലസ്റ്റർ ലെവൽ മത്സരമായിരുന്നുകൊണ്ട് ആ ക്ലസ്റ്ററിൽ മോളുടെ ഈ ഐറ്റം കയറില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയതാണ്. ആ ഐറ്റം തന്നെ ഞങ്ങൾക്ക് വേറൊരു സ്കൂളിൽ ചെന്നപ്പോൾ, കൊടുവായൂർ ഗവൺമെൻറ് സ്കൂളിൽ ചെന്നപ്പോൾ അവർ അവിടെ ഞങ്ങൾ മത്സരിച്ച് അത് ക്ലസ്റ്ററിൽ കയറി. സബ് ജില്ലയിൽ മത്സരം ഇല്ലായിരുന്നു, അവിടെ ഞങ്ങൾ കളിച്ചു, വേഷത്തോടു കൂടി കളിച്ചു. ജില്ലയിൽ നല്ല കടുത്ത മത്സരമായിരുന്നു. മോൾക്ക് പ്രതീക്ഷയില്ലെങ്കിലും എനിക്ക് അവളുടെ കളി കണ്ടപ്പോൾ ജില്ലയിൽ നിന്ന് കയറാൻ യോഗ്യതയുള്ള കുട്ടി അവൾ തന്നെയാണെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. സംസ്ഥാനം വന്നപ്പോൾ അതിനേക്കാളും മികച്ച രീതിയിൽ, സത്യം പറഞ്ഞാൽ സ്കൂളിൽ പോലും അധികം പോവാതെയാണ് അവൾ. ആഴ്ചയിൽ 3-4 ദിവസമാണ്. ഞങ്ങൾക്കൊരു 70 കിലോമീറ്റർ യാത്രയുണ്ട് ആശാൻ്റെ വീട്ടിലോട്ട്. പോയിട്ട് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു എത്താൻ പറ്റിയത്. ഒരു പൊരുതി നേടിയ വിജയം കൂടിയാണ്. ഞങ്ങളെ സംബന്ധിച്ച് പൊരുതി നേടിയ വിജയമാണ്. പറ്റില്ല, കയറില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ, സ്കൂൾ ലെവലിൽ തന്നെ ഏറ്റവും കുറവ് മാർക്കിട്ട് മാറ്റി നിർത്തിയ ഐറ്റം മറ്റൊരു സ്കൂളിൽ പോയി സ്റ്റേറ്റ് എത്തുക എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു കാര്യമാണ്. മോള് കഥകളി പഠിക്കുന്നുണ്ട് 3-4 വർഷമായിട്ട്. കഥകളി തെക്കനും വടക്കനും പഠിക്കുന്നുണ്ട്. ഓട്ടംതുള്ളൽ പ്രോഗ്രാമുകൾ ഒരുപാട് 10-15ഓളം വേദികൾ ചെയ്യുന്ന കുട്ടിയാണ്. പുന്നശ്ശേരി പ്രഭാകരാശാന്റെയും കലാമണ്ഡലം നന്ദകുമാറിന്റെയും ശിഷ്യയാണ്. പോരാട്ടമൊന്നും വെറുതെയായില്ല. തടസ്സങ്ങളെ അതിജീവിച്ചെത്തിയവൾ എ ഗ്രേഡ് നേടി. അമ്മയ്ക്കും മകൾക്കും മധുര പ്രതികാരത്തിന്റെ സുഖവും. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.